എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പുക്കാട്ടുപടി റോഡിലെ കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 5 സെൻറ്റ് ലാൻഡിലായിട്ട് 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങും ലൂവർ പാനലിങ്ങും പ്രൊഫൈൽ ലൈറ്റുകളും ഗ്ലാസ് ഫ്രെയിമിൻ്റെ വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ നിന്നിട്ടുള്ള മെയിൻ ഡിസ്റ്റൻസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും സ്മാർട്ട് സിറ്റിയിലേക്കും എല്ലാം ഒരു 8 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. കൂടാതെ എടപ്പള്ളി ലുലു മാളിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 9 കിലോമീറ്ററാണ്. കൂടാതെ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഏകദേശം 7 കിലോമീറ്ററാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 6 മീറ്റർ വീതിയുള്ള ഒരു പഞ്ചായത്ത് റോഡ്, ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വാൾ വരുന്നുണ്ട്. GI ഫ്രെയിം വർക്കുകൾ വരുന്നുണ്ട്. LED സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ ഗേറ്റിൻ്റെ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 18 അടിയോളം നീളം വരുന്ന, ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതും ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുമായ ഗേറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. മുറ്റം മുഴുവൻ കടപ്പ കല്ലുകളൊക്കെ വിരിച്ചിട്ട് കോബ്ലർ സ്റ്റോണിൻ്റെ വർക്കുകൾ ബിറ്റ്വീനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കവേർഡ് സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ വരുന്നത് ഒരു അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്കാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്തും ലഭ്യമാണ്. XUV പോലുള്ള വാഹനങ്ങളാണെങ്കിൽ ഒരെണ്ണവും, സെഡാൻ പോലുള്ള വാഹനങ്ങളാണെങ്കിൽ 2 വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ടാപ്പ് പോയിൻ്റിൻ്റെ വർക്ക് അകത്ത് കൊടുത്തിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റുകളുടെ വർക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ടെക്സ്ചർ വർക്കുകൾ നമുക്ക് ഭിത്തിയിൽ കാണാൻ പറ്റുന്നുണ്ട്. വൈഡ് വിൻഡോസിൻ്റെ സൗകര്യങ്ങളും ഫാൻസി ലൈറ്റുകളും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വീതിയുള്ള ഒരു സ്റ്റെപ്പാണ് സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. G7 സ്ലാബാണ് ഒരു സിറ്റ് ഔട്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. 45 ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലായിട്ടൊരു ഗ്ലാസ് വിൻഡോസിൻ്റെ ഒരു ഫ്രെയിം വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് സിറ്റ് ഔട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ് വരുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത്. തേക്കൂട്ടിൽ തീർത്ത 2 പാളി ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു കോർണർ ടൈപ്പ് സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങളും സൈഡിലായിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡബിൾ ലൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു ഷാൻഡിയർ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭിത്തിയിലായിട്ട് നല്ലൊരു സിമൻറ്റ് ടെക്സ്ചറിൻ്റെ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലത്തെ ഒരു ഏരിയ നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. പ്ലാന്റ് ബോക്സുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ TV യൂണിറ്റിൻ്റെ സൗകര്യത്തിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിയ ഒരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് TV യൂണിറ്റിൽ കിട്ടുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് പർഗോളയുടെ വുഡൻ ഫ്രെയിമുകളുടെ വർക്കുകൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം ഒരു 8 സീറ്റർ 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ വരുന്നുണ്ട്. സീലിങ്ങിൻ്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു വിനീറിൻ്റെ പാനലിംഗ് വർക്കുകൾ എടുത്തിട്ടുണ്ട്. വാൾ മൗണ്ട് ഫാനിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ഇവിടെയും നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ ഫൗണ്ടിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സ്ലൈഡിങ് ഡോറിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്ന ഈ വീടിൻ്റെ വാഷ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസും തന്നെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ട് നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ജാഗറിൻ്റെ ഒരു ബ്ലാക്ക് കളർ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ജാഗറിൻ്റെ തന്നെ ടാപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളും ക്രോക്കറി ഷെൽഫിൻ്റെ വർക്കുകളും കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്.
അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് കിച്ചണിലേക്കാണ് വരുന്നത്. വടക്ക് കിഴക്കായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. ഒരു നാനോവൈറ്റ് ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്കിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ചിമ്മിണിയുടെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും കബോർഡ് വർക്കുകളെല്ലാം ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓവൻ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. വലിയൊരു സൈഡ് ടു സൈഡ് ഡോറായിട്ടുള്ള ഫ്രിഡ്ജൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള വർക്ക് ഏരിയ സ്പേസ്, ഒരു സെക്കൻഡറി കിച്ചൺ പോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ACP വർക്കെല്ലാം ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒരു സിങ്കിൻ്റെ സൗകര്യങ്ങളും ടാപ്പിൻ്റെ സൗകര്യങ്ങളും വരുന്നുണ്ട്. കാറ്റും വെളിച്ചവും കയറാനായിട്ടൊരു എയർ വെൻറ്റിലേഷൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ സൈഡിലൊരു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെയായിട്ട് വടക്ക് കിഴക്കേ മൂലയിലായിട്ട് കിണറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. അവിടെയെല്ലാം നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു സൗകര്യം ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ACP വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഏകദേശം ഒരു 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിററിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ലൊരു 4 പാളി കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗിൽ ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വടക്ക് ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഒരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 2 സൈഡിലും ടേബിൾ ലാമ്പുകൾ അറേഞ്ച് ചെയ്യാനുള്ള ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ഒരു ഷങ്കൺ ബാത്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ക്വയർ ബാത്റൂമാണ് വരുന്നത്. ജാഗ്വാറിൻ്റെ തന്നെ ഫിറ്റിങ്സുകളാണ് വരുന്നത്. വാൾ മൗണ്ട് കൺസീൽഡ് ഫിറ്റിങ്സുകളും ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഹാൻഡ് ഷവറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് എത്തുന്നത്. ഇതിൻ്റെയും ഡോറുകളെല്ലാം തേക്കൂട്ടിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഒരു 3 പാളി വിൻഡോ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ഒരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കബോർഡ് വർക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഒരു കബോർഡ് വർക്കും അതിനോടൊരു വുഡൻ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങളും മേക്കപ്പ് ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. ജാഗ്വാറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ക്ലോസറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ഒരു കണ്ടംപററി ബീം സ്റ്റെയർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിട്ട് ടേക്ക്വുഡിൽ തന്നെയാണ് ടോപ്പെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് പെബിൾസിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാക്ക് വേലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വുഡൻ പാറ്റേണിൽ വരുന്ന ടൈൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോൾ നല്ല രീതിയിലൊരു ഹാങ്ങിങ് ലൈറ്റുകളും LED സിലിണ്ടറിക്കൽ ലൈറ്റുകളുടെയും ലൂവർ പാനലിങ്ങിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇവിടെയും TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഈ ഭാഗത്തായിട്ടും കിട്ടുന്നുണ്ട്. ഡബിൾ ലൈറ്റ് വ്യൂ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതാണ്. അവിടെ ഒരു പാസേജ് പോലത്തെ ഒരു ഏരിയ നമുക്ക് ഈ ഭാഗത്തും വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. താഴത്തെ
ബെഡ്റൂമിൻ്റെ അതേ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെയിം വലിപ്പം തന്നെ നമുക്ക് ഈ ബെഡ്റൂമിലും കിട്ടുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ടൊരു സ്ലൈഡിംഗ് ഡോറിൻ്റെ സൗകര്യം കൊടുത്തിട്ട് ടഫൻ ഗ്ലാസ്സിലാണ് UPVC പാനലിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണിയുടെ സൗകര്യങ്ങളാണ് വരുന്നത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ കബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 4 പാളി കബോർഡ് വർക്ക് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ LED ലൈറ്റിങ്ങുകളുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യം, ഒരു മേക്കപ്പ് ഷെൽഫിൻ്റെ സൗകര്യവും ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെത്തുന്നത് ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു ജാഗ്വാറിൻ്റെ തന്നെ വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് എത്തുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് 4 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ലൈറ്റിംഗ് സ്വിച്ചിങ് പോയിന്റുകളെല്ലാം ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു ബാൽക്കണി സൗകര്യം ബെഡ്റൂമിൽ നിന്ന് അവൈലബിൾ ആണ്. സ്ലൈഡിംഗ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടഫൻ ഗ്ലാസ്സിൽ SS-ൻ്റെ റെയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മോഡലായിട്ട് ലൂവർ പാനലിംഗ് വർക്കുകളും LED ലൈറ്റിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാവുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ബെഡ്റൂമിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കബോർഡ് വർക്കുകളും ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങളെല്ലാം ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്, 3ാമത്തെ. ഇവിടെയും നല്ല രീതിയിൽ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകൾ തന്നെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടൈൽ വർക്കുകളെല്ലാം ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് എത്തുന്നത്. ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു യൂട്ടിലിറ്റി സ്പേസ്. യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു കുട്ടികൾക്കൊക്കെ പഠിക്കാവുന്ന സൗകര്യത്തിലുള്ളൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയുടെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ വയ്ക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിൻറ്റും പ്ലഗ് പോയിൻറ്റും എല്ലാം ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ സൗകര്യവും ചെറിയൊരു ബാൽക്കണി സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തും കിട്ടുന്നത്. ഇവിടെയും വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലഗ് പോയിൻറ്റും ടാപ്പ് പോയിൻറ്റും ഡ്രൈനേജ് സൗകര്യങ്ങളൊക്കെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ സേഫ്റ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള കോൺക്രീറ്റിൻ്റെ തന്നെ സ്റ്റെയർ ടെറസിലേക്കുള്ളത് ഇവിടുന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സേഫായിട്ട് ഗാർഡ് വർക്കൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് അവർ ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. തേക്കൂട്ടിൽ തന്നെയുള്ളൊരു ഡോറ് തന്നെയാണ് ഇതിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വലിപ്പമുള്ള ബാൽക്കണി സ്പേസ് നമുക്ക് ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫൻ ഗ്ലാസ്സിൽ SS-ൻ്റെ റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ആ ഭാഗത്തേക്കും കിട്ടുന്നുണ്ട്. തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുകൊണ്ടുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ നമുക്കൊരു ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇതിൽ നിന്നിട്ട് നമുക്ക് സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കുള്ള വ്യൂവും നമുക്ക് നല്ല രീതിയിൽ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പൊക്കാട്ടുപടി റോട്ടിൽ വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നല്ല ക്വാളിറ്റിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ശുദ്ധമായ കിണറുവെള്ളം കിട്ടുന്ന ഒരു വീടിൻ്റെ വിശേഷമാണത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 സെൻറ്റ് ലാൻഡിലായിട്ട് 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി കം സ്റ്റഡി ഏരിയ വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,25,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.